പറയാറുണ്ട്, ചക്കയും മാങ്ങയും 3 മാസം, ചേമ്പും ചേനയും 3 മാസം, താളും തകരയും 3 മാസം, അങ്ങനെയും ഇങ്ങനെയും 3 മാസം. തമാശയായിട്ട് പറയാറുള്ളതാണെങ്കിൽ പോലും അതിനൊരു പ്രാദേശികമായിട്ടുള്ള സ്വഭാവമുണ്ട്. അതായത് നമ്മുടെ പ്രകൃതിയിലുണ്ടാവുന്ന ഉഷ്ണം, ശീതം, വർഷം, അതായത് മഴ, ചൂട്, തണുപ്പ്, ഇതിൻ്റെ വൈവിധ്യങ്ങൾക്കനുസരിച്ചൊക്കെ പ്രകൃതിയിലെ സസ്യങ്ങളിൽ ഒരു ഭാവമാറ്റമുണ്ട്. ആ ഭാവമാറ്റം മനുഷ്യൻ പലപ്പോഴും അനുഭവിക്കുന്നില്ല നേരിട്ട്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് കിട്ടാനും നമുക്ക് ആ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ചുണ്ടാവുന്ന എന്തെങ്കിലും ശരീരത്തിലെ രാസഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കഴിയും. അപ്പോൾ ചേന കഴിക്കേണ്ട കാലത്ത് ചേന, മാങ്ങ കഴിക്കേണ്ട കാലത്ത് മാങ്ങ, ഏത് കാലത്ത് കിട്ടുന്നുവോ അത് കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവിധ ആഹാരങ്ങളും എല്ലാ കാലത്തും ലഭിക്കുന്നു എന്നുള്ളൊരു സമ്പ്രദായം വരും. അത് തന്നെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതായത് ഏത് ഞാൻ കഴിക്കണം, ഏത് ഞാൻ കഴിക്കണ്ട എന്നത്. അത് തിരിച്ചറിവ് നമ്മുടെ അകത്തു നിന്നുള്ള സന്ദേശത്തിനെ മനസ്സിലാക്കണം. അതായത് ഇന്ന് എൻ്റെ വിശപ്പ് എങ്ങനെയുണ്ട്, ഇന്ന് എൻ്റെ രുചിബോധം എങ്ങനെയുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. പുറത്തു നിന്നുള്ള സന്ദേശം സ്വീകരിക്കുന്ന പോലെ തന്നെ നമ്മുടെ അകത്തു നിന്നുള്ള ചില സ്വാഭാവികമായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. അതായത് ഇന്നത്തെ എൻ്റെ വിശപ്പിൻ്റെ സ്വഭാവം എന്താണ്, ഇന്നത്തെ എൻ്റെ മൂഡ് എന്താണ്, ഇന്നത്തെ എൻ്റെ രുചി എന്താണ് എന്നുള്ളത് നമുക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ളതാണ്. ഇന്ന് എനിക്ക് കുറച്ച് എരിയുള്ളത് കഴിച്ചാൽ കൊള്ളാം, ഇന്ന് എനിക്ക് കുറച്ച് പുളിയുള്ളത് കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ. ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലിൻ്റെ സന്ദേശങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിയുകയും ആ സന്ദേശങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും വേണ്ടു. അതന്നെ വലിയൊരു കാര്യമാണ്. ആഹാരം ശരീരത്തെയും ഓണം മുതലായ ആഘോഷങ്ങൾ മനസ്സിനെയും സ്വാധീനിക്കുന്നു. മനസ്സിന് സ്വസ്ഥതയില്ലാതെയാകുമ്പോൾ ശരീരവും രോഗാതുരമാകുന്നു. രോഗാതുരമാവുന്ന മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്താൻ ഓണം പോലെയുള്ള ആഘോഷങ്ങൾക്ക് കഴിയുന്നുണ്ട്. മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശരീരത്തെ ബാധിക്കും. സാധാരണ മനുഷ്യരുടെ ധാരണ ശരീരം വേറെയാണ്, അല്ലെങ്കിൽ മനസ്സ് വേറെയാണ്. ശരീരത്തിനുണ്ടാകുന്ന രോഗം അത് നമ്മളിപ്പോൾ ഒരു എക്സ്റേ എടുത്തു, എക്സ്റേയിൽ കൂടി കാണുന്നു, അല്ലെങ്കിൽ സ്കാൻ ചെയ്തു, സ്കാനിങ്ങിൽ കൂടെ കാണുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക പോർഷനിൽ മാത്രമായിട്ട് നമ്മൾ രോഗത്തെ കാണുന്നു. അങ്ങനെയല്ല. ശരിക്കും അത് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന അസ്വാസ്ഥ്യം മറ്റു ഭാഗങ്ങളിലേക്കും ഒരേപോലെ വ്യാപിക്കുന്നു. അതായത് ഒരു ചിലന്തി വല എന്ന് നമ്മൾ സങ്കല്പിക്കുക. ചിലന്തി വല പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. അതായത് ധാരാളം ഞരമ്പുകളുടെ ചേർച്ച, അത് ഒന്നിനോടൊന്ന് പിണഞ്ഞ് നിൽക്കുകയാണ്, ഒന്നിനോടൊന്ന് കെട്ടി നിർത്തുന്നത് പോലെയാണ്. പഴയ കാലത്തെ കയറ്റുകെട്ടൽ പോലെയാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഞരമ്പുകളെ ധാരാളം ബ്രെയിനിലേക്ക് പോകുന്നതും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ധാരാളം ഞരമ്പുകൾ കെട്ടി മുറുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഞരമ്പുകളും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ഉണ്ടാകുന്നത്. മനസ്സിനുണ്ടാകുന്ന ഏത് വൈകല്യത്തെയും പെട്ടെന്ന് ശരീരത്തിലേക്ക് അത് എഫക്റ്റ് ചെയ്യും. എനിക്ക് പെട്ടെന്ന് വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയി എന്ന് കേൾക്കുമ്പോൾ ഷോക്കേറ്റ് വീഴുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തളർന്ന് ഞാൻ ഇരുന്നു പോയി എന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകുന്നു. അത് കാരണം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. ഓണം എന്നാൽ കൂട്ടായ്മയുടെ സന്ദേശം കൂടിയാണ്. സദ്യയുണ്ണുന്നതിനപ്പുറം ചിതറിത്തെറിച്ചു പോയ കുടുംബബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഈ ഒത്തുചേരലിൽ. ശരീരവും മനസ്സും ഏകധാരയായി പ്രവർത്തിക്കുമ്പോൾ ഈ കൂട്ടായ്മയിലൂടെ നഷ്ടപ്പെട്ടു പോയ എന്തെല്ലാമോ തിരിച്ചു കിട്ടുന്നു. ഓണം തിരിച്ചു നൽകുന്നത് കൈവിട്ടുപോയ നന്മയുടെ സ്വർണ്ണമോതിരങ്ങളാണ്. നമുക്ക് മനസ്സിന് ഒരു ബലം ഉണ്ടാകണമെങ്കിൽ എന്താണ് ആവശ്യം? സൗഹൃദം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഭാവം. അത് ഉണ്ടാകണമെങ്കിൽ ശരിയാവണ്ണം നമ്മൾ ഒരു ആത്മവിശ്വാസമാണ് നമ്മളിലുണ്ടാകേണ്ടത്. ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ പഴയ കാലങ്ങളിൽ എനിക്കറിയാം, പഴയ കുടുംബത്തിൽ അതിനോട് ചുറ്റുവട്ട ഉള്ള ആൾക്കാർ, മറ്റുള്ള വീടുകളിലെ ആൾക്കാർ നമ്മുടെ വീടുകളോട് സഹകരിച്ച് ഒരു വീട്ടിലൊരു കരച്ചിൽ കേട്ടാൽ അടുത്ത വീട്ടിൽ നിന്ന് ആൾ കയറി വരും. ഇന്നതല്ല, എല്ലാം മതിലുകളെ കൊണ്ട് തിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്ന് കുറച്ച് മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് ഓണക്കാലത്ത്. അതായത് ഇന്നത്തെ ഓണക്കാലവും എൻ്റെ ചെറുപ്പത്തിൽ, അതായത് എനിക്ക് 5 വയസ്സ് 6 വയസ്സുള്ള കാലത്തെ ഓണക്കാലവും തമ്മിൽ വളരെ വ്യത്യാസമായിട്ടാണ് കാണുന്നത്. നഷ്ടപ്പെടുത്തിയ നല്ല കാലത്തെ ഓർത്ത് പരിതപിക്കും മുമ്പ് ഒരു നിമിഷം കണ്ണടയ്ക്കുക. പിറന്ന മണ്ണിലേക്കും
നടന്ന വഴികളിലേക്കും തിരിച്ചു വരിക. ചിതറിപ്പോയ ബന്ധങ്ങളെ തിരികെ വിളക്കിച്ചേർക്കുക. ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നന്മയുടെയും കാരുണ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ. അന്നത്തെ ഓണക്കാലം എന്ന് പറയുമ്പോൾ, ഓണം വരുന്നു എന്ന് പറയുന്നതിന് 2 മാസം മുമ്പ് മുതലേ എല്ലാ കുട്ടികൾക്കും ഭയങ്കരമായ സന്തോഷം, ആഹ്ലാദം ഉണ്ടാണ്. അവരുടെയൊക്കെ മനസ്സിന് അവരുടെ മനസ്സിൻ്റെ സന്തോഷം തന്നെ ആരോഗ്യത്തെ വളരെ വളരെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരു അവസ്ഥ ആ നാടിന് തന്നെ ഉണ്ട്. അപ്പോൾ നാടിൻ്റെ പുരോഗമനത്തിന് പോലും, അല്ലെങ്കിൽ നാടിൻ്റെ നന്മയ്ക്കും നാടിൻ്റെ ഉയർച്ചയ്ക്കും ഈ പറയുന്ന ഓണക്കാലം ഭയങ്കരമായ ഒരു, അതായത് ഇതിനെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം ആണ്. ഇന്നത് മാറി, ഇന്നൊരുപാട് മാറ്റമുണ്ട്. ഓരോ പൂവിട്ട് പൂക്കളം തീർക്കും പോലെ ഓരോ മനസ്സും ഒത്തുചേർന്ന് ജീവിതത്തെ ഒരു പൂക്കളമാക്കുക. പരിഭവങ്ങളും പരാതികളും പറഞ്ഞു തീർക്കാനും പഴയ ഓർമ്മകൾ പങ്കുവെക്കാനും ഈ പൂക്കളത്തിനു ചുറ്റും സ്വന്തം കുട്ടികളോടൊപ്പം ഒത്തുചേരുക. ഏതു ദേശത്താണെങ്കിലും ഓരോ ഓണക്കാലത്തും തിരിച്ചു വരിക. ഓണസദ്യ ഉണ്ണാൻ മാത്രമല്ല, സ്നേഹവും സൗഹൃദവും സ്വന്തവും ബന്ധവും നഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി, താലോലിച്ചു വളർത്തിയ കൈകൾ തളർന്നുപോയ അച്ഛനമ്മമാർക്കു വേണ്ടി, സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പൂക്കൾ കൊണ്ടാവട്ടെ ഇനിയത്തെ പൂക്കളങ്ങൾ.